ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഈന്തപ്പഴം നട്ട്സും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ നട്ട്സും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഈന്തപ്പഴത്തിൻ്റെ ഈ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ആ കുരുവിൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ ബദാം അല്ലെങ്കിൽ നട്ട്സ്, കാഷ്യൂ നട്ട്സ് അങ്ങനെ ഏതെങ്കിലും വെച്ച് ഇങ്ങനെ ഒന്ന് അടച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം അതും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നട്ട്സ് വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു കൊടുത്തേക്കുവാണെങ്കിൽ അവർ കഴിച്ചോളൂ. ഈ കുരുവൊക്കെ എടുത്ത് മാറ്റാൻ പറയുമ്പോൾ അവർക്കൊരു മടി പിടിച്ച കാര്യമാണ്. അപ്പോൾ ഇതെല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഞാനിത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും ആണ് എടുത്തിരിക്കുന്നത്. ഡാർക്ക് കോമ്പൗണ്ട് മാത്രം എടുത്താലും മതി കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഈ ഡാർക്ക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അത്ര ഒരു മധുരമില്ല. പക്ഷേ മിൽക്ക് കോമ്പൗണ്ട് നല്ല മധുരമുള്ളതുമാണ്. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ കൂടിയാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ എടുത്തേക്കണെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മൈക്രോവേവിൽ വെച്ചാണെങ്കിൽ അങ്ങനെ ഒരു ഗ്ലാസ് ബൗളിലാക്കിയിട്ട്, മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഗ്ലാസ് ബൗളിലാക്കിയിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാൽ അതിനോട് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി വന്നോളൂ. എന്നിട്ട് നല്ല സ്പീഡിലും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിതിനകത്തൊന്നും അല്ല ചെയ്യണത്. ഞാൻ എൻ്റെ ഓവനിൽ ഇപ്പോൾ ഇത് എന്താ പറയുക, ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്തത് നല്ല ചൂടായിട്ട് കിടക്കുക. ആ റാക്കിലിട്ട് അങ്ങോട്ട് വെച്ചിട്ടാണ് അവിടെ ഇരുന്ന് ഒരു മെൽറ്റായിട്ട് വന്നോളൂ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ മുമ്പിട്ട് കുറേ ചോക്ലേറ്റിൻ്റെ ഇതെങ്ങനെയാണ് മെൽറ്റ് ചെയ്യണമെന്നുള്ളതും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പീഡിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. കാരണം ഇപ്പം നല്ല വെയിലുള്ള ദിവസങ്ങളൊക്കെയാണ് ഞാൻ വെയിലത്തേക്ക് വെച്ചാൽ പോലും നല്ലപോലെ മെൽറ്റായി വരും കേട്ടോ. ഇപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ തന്നെ ഇത് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല. കണ്ടില്ലേ, വെറുതെ എന്തിനാ ഇനിയിപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് ഗ്യാസൊക്കെ വെറുതെ വേസ്റ്റ് ആക്കണേ. നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്പീഡിൽ ഇങ്ങനെ ആക്കി കൊടുത്തേച്ചാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ മെൽറ്റ് ആവണില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു കുറച്ച് നേരം കൂടെ ഈ ഓവനിലിട്ടൊന്ന് വെച്ച് കൊടുത്തേച്ചാൽ മതി കേട്ടോ. ഓവനിലാണ് വയ്ക്കണമെങ്കിൽ. ഇത് ഓരോന്നും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുണ്ടോ, നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇനി ഇതൊരു ബട്ടർ പേപ്പർ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ അതിനകത്തേക്ക് വെച്ചെടുക്കാം. ഇങ്ങനെ ഇതെല്ലാതും കോട്ട് ചെയ്തെടുക്കാം. ഈ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ പകരമായിട്ട് നമ്മുടെ സാധാരണ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഡയറി മിൽക്ക്, മിൽക്കി ബാർ അങ്ങനെയുള്ളതൊക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ അതിനൊക്കെ ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാവും. ഇതിപ്പോൾ ഒരു 1/2 കിലോ, അതായത് 1/2 കിലോയ്ക്ക് ഇതിനൊക്കെ ആകുമ്പോൾ ഒരു 150 രൂപയ്ക്ക് കൂടി മാക്സിമം വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് സെറ്റ് ആവും കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി ഇത് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇത് ഒരു പിങ്ക് കളർ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതേ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പാട് തന്നെ മേലെ എൻ്റെ ഇനി വൈറ്റ് ചോക്ലേറ്റ് ഇട്ടില്ല താനും. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇനി ഇത് വീണ്ടും ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിലിട്ട് വെക്കണം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് സെറ്റാവും. അങ്ങനെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അത് അവൻ്റെ ഇഷ്ടപ്രകാരം അത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലും ഒരു ഡെക്കറേഷൻ പോലെ ഇത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.